അല്ല ചകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹിമ കൊച്ചു. ഇതെന്താ ഇവിടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് എന്നൊരു ചിന്ത ഉണ്ടാവും അല്ലേ? വേറെ ഒന്നല്ല, എന്താ തൂമ്പയ്ക്കായിട്ട് രാവിലെ തന്നെ മണ്ണ് മാറ്റി അവിടെ പൂച്ച വന്നിട്ട് ഈ പൂച്ചകളൊക്കെ പഴി വന്നിട്ടേ മണ്ണൊക്കെ നീക്കിയിട്ട് നമ്മുടെ മറ്റേ ചെടി ഉണ്ടല്ലോ, എന്നിട്ട് ആ ചെടിയുടെ പേര് കടലാസ് റോസ്, അതിൻ്റെ കടക്കേന്ന് മണ്ണൊക്കെ മാന്തി ഇങ്ങോട്ട് തുരന്നിട്ടേക്കണ്. പൂച്ചയാണോ തുരപ്പനാണെന്ന് അറിയില്ല കേട്ടാ. അപ്പം കാലത്ത് അത് ചെയ്തില്ലെങ്കിലേ ചെടി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വാടും, ഞാൻ അതിൻ്റെ വെയിലിനൊക്കെ ഇതിന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ചെയ്യാൻ വേണ്ടിക്ക് ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. വെയിലാണ്, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നാര ചങ്കളെ മുറ്റത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. ഒയ്യോ, കണ്ട എന്നെ കാണില്ല ഇപ്പം? കാണണ്ടാ? കാണത്തില്ല, അമ്മാതിരി വെയിൽ എൻ്റെ പൊന്നോ. ഇതൊക്കെ ഷിറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസും ഹെൽമെറ്റും പടച്ചട്ടി ഇല്ല, അല്ലെങ്കിൽ പടച്ചട്ടികളും വെച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ പടച്ചട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മച്ചി മറ്റേ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങത്തില്ലേ, അതുപോലെ നമ്മൾ ഈ ചൊവ്വാഗ്രഹത്തിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇടുന്ന ഉടുപ്പില്ലേ, അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ അമ്മച്ചി വാങ്ങിച്ച് പറഞ്ഞ് വെക്കി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത് രക്ഷയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എൻ്റെ പൊന്ന് ചങ്കളെ ഒരു രക്ഷയില്ല വെയിൽ കേട്ടാ. എല്ലാവരും പടച്ചട്ട വാങ്ങിച്ച് വെച്ചോ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. എനിക്കിന്നിപ്പോൾ കൊടുങ്ങല്ലൂർ വരെ പോകണം. ഇതെങ്ങനെ പോകുമെന്നിങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ പോലെ തല കറങ്ങിയാണ്. കാറിൻ്റെ ആണെങ്കിൽ നമുക്ക് എ സി ഒക്കെ ഇട്ട് കത്തിച്ച് അങ്ങോട്ട് സുഖമായിട്ടാണ് പോവായിരുന്നു. ഇതിപ്പോൾ കാറുമില്ല, എന്ത് ചെയ്യും? ഈ ടൂ വീലർ നമ്മുടെ സാരഥി നമ്മുടെ മുത്തുമണിയാണ് ഈ ഇരിക്കുന്നത്, നമ്മുടെ വണ്ടി. അപ്പോൾ ടൂ വീലറിന് തന്നെ പോകണം. എങ്ങനെ അവിടെ എത്തോളം വരെ പോകും എന്നാലും ഒരു പിടുത്തമില്ല ചങ്കള. എന്ത് ചെയ്യുമല്ലേ ഈ വെയിലിൽ നമുക്കൊന്ന് മാറ്റാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചാൽ പോലും വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാനൊരു വഴിയില്ല അല്ലേ? എന്ത് വഴി? സൂര്യനാണെങ്കിൽ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആർക്കും വലിയ പിടിപാടൊന്നുമില്ല അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സത്യം, നമ്മുടെ ഈ സൂര്യനുണ്ടല്ലോ, സൂര്യൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഭൂമിയോട് ചേർന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക സൂര്യൻ. അപ്പം ഈ സൂര്യൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥ എന്താകും? ഭൂമിയിലുള്ള സകലമാന സംഭവങ്ങൾ കത്തിക്കരിഞ്ഞു പോകുമല്ലേ? നമുക്ക് തന്നെ അറിയാലോ, ഒരു ചെറിയ വെയിൽ വരുമ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങിപ്പോണത്, കരിഞ്ഞു പോണതും. അപ്പോൾ ഈ ഭൂമിയുടെ അടുത്തേക്ക് സൂര്യൻ തൊട്ടടുത്തേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇങ്ങനെ ഒരു അകലത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പൊന്നേ, ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ? അയക്കുമ്പോൾ എവിടേക്കോ ഓടി രക്ഷപ്പെടാമെന്ന്. എവിടേക്കോ ഓടി രക്ഷപ്പെടാൻ പറ്റുന്നത്? ഭൂമിയുടെ ഏതറ്റത്തേക്കായാലും കണക്കല്ലേ. സൂര്യൻ വന്നു കഴിഞ്ഞാൽ നേരെ ഭൂമിനെ വിഴുങ്ങും എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അതിക്ക് മുമ്പൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് നല്ലോണം അടിച്ചൊക്കെ പോയി ജീവിക്കാമല്ലേ? ഒന്നും ചിന്തിക്കേണ്ട, ഒരു കാര്യം ചിന്തിക്കേണ്ട, ആരെ വിഷമിപ്പിക്കാണ്ട് വേദനിപ്പിക്കാണ്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് ജീവിച്ച ചങ്കളെ. കാരണം ഇനി അധികം നാളൊന്നും ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ രാവിലെ നേരം വെളുത്തിട്ടുള്ളൂ, അപ്പോഴാണ് ഈ ഒരു അവസ്ഥ, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഒരു രക്ഷയില്ല മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ടും. ഇത്തവണത്തെ കറണ്ട് ബില്ല് നമ്മളെ വിഴുങ്ങുന്ന തോന്നണേ. കാരണം ഫാൻ ഇടാണ്ട് ഇരിക്കാനേ പറ്റുന്നില്ല അകത്ത്, പകലായാലും. ഇതിപ്പോൾ ഒരു സ്വിമ്മിങ് പൂള് പണിതിട്ട് അതിനകത്ത് പോയി ഇരിക്കേണ്ടിയിരുന്ന തോന്നണേ. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് സ്വിമ്മിങ് പൂളിലെ വെള്ളം നല്ല ചൂട് വെള്ളം. നമ്മൾ ഇല്ല മൂന്നാറിലൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ കുളിക്കാൻ കിട്ടുന്ന വെള്ളം കണ്ടിട്ടില്ല, നല്ല ചൂട് വെള്ളം. അമ്മ അതിന് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തെ വെള്ളമൊക്കെ ചൂടാവും. പിന്നെ വല്ല തണുപ്പിക്കാനുള്ള വല്ല സംഭവം കുന്ത്രാണ്ടൊക്കെ വെക്കേണ്ടി വരും നമ്മൾ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എൻ്റെ പൊന്നു പിതാവേ, പ്രാർത്ഥിക്കാം നമുക്കല്ലേ എല്ലാവിധ ഇതുപോലുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കാൻ വേണ്ടിക്ക്. അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലമാണ് കത്തി അമർന്നങ്ങോട്ട് ഇല്ലാണ്ടായ, കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളൊക്കെ. അതുപോലൊക്കെ ഇനി നമ്മൾക്കൊക്കെ എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോണേ? നമ്മുടെയൊക്കെ പ്രവൃത്തി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ആണെങ്കിൽ ദൈവം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളൊന്നും അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൊക്കെ എത്തിക്കാണ്ട് വിടുമെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം നിങ്ങളോടൊക്കെ എങ്ങനെ ചൂട്? ഏത് ജില്ലക്കാരാണ്? നമ്മൾ തൃശ്ശൂർ ജില്ല കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ നല്ല വെയിലാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഏത് ജില്ലക്കാരാണെങ്കിൽ പറയാം നിങ്ങളുടെ ജില്ലയിൽ എങ്ങനെയാണ് ചൂടെന്നുള്ളത് കേട്ടോ. അത്ര ചൂടുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ ചങ്കളെ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ നിങ്ങളോട് കാര്യം പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥനേക്കാളും വലിയൊരു ശക്തിയൊന്നുമില്ല, പ്രപഞ്ചശക്തി എന്തായാലും ഉണ്ട്. ദൈവങ്ങളൊക്കെ നമ്മളെല്ലാവരും പല രൂപത്തിലാണ് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും. ഇതൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ.
അപ്പോൾ എല്ലാ ദൈവവും ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, പ്രപഞ്ചശക്തി. ഈ ഭൂമി സൃഷ്ടിച്ചത് ഒരേ ഒരു ശക്തിയാണ്, അല്ലാണ്ട് 3 ശക്തി 4 ശക്തി 900 കോടാനുകോടി ശക്തികൾ കൂടിയിട്ടല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചേക്കണത്. അത് ഏതോ ഒരു വലിയൊരു അമാനുഷികമായിട്ടുള്ള ശക്തിയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചേക്കുന്നത്, നമ്മളെല്ലാം സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സൃഷ്ടാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നമുക്ക് നല്ലത് ചെയ്യാം. നമ്മൾക്ക് ചിലപ്പോൾ ആരും സഹായിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റില്ലേ. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിക്ക്, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിക്കോ സ്വന്തക്കാർക്ക് വേണ്ടിക്കോ നമ്മുടെ ശത്രുക്കൾക്കായാലും പോലും നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്കൊന്നൊരു ആപത്തും വരുത്തല്ലേ, അവർക്കൊക്കെ നല്ലൊരു സന്തോഷം സമാധാനം ആരോഗ്യം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഹെൽമെറ്റ് ഞാനിപ്പോൾ ഊരിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. പിന്നെ അതവിടെ കണ്ട പുല്ല് കുറച്ച് പറിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. വൈകുന്നേരം പിന്നെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. മക്കൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് തൊട്ട കാര്യം അതങ്ങോട്ട് ചെയ്തങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് റഹീമ കൊച്ചുവിൻ്റെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം കേട്ടോ. ആകെ കുറച്ച് പേരെ കാണുന്നുള്ളൂ, എന്നാലും ആ കാണുന്ന കുറച്ച് പേരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ തരുന്ന ചെറിയ സപ്പോർട്ട് അത് വലിയ സപ്പോർട്ടായിട്ട് മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചങ്കളെ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റ.